അപ്പൊ ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. ഞാൻ ആദ്യമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ആരോഗ്യത്തോടു കൂടി ഓടി നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് മരണപ്പെട്ടു, അധികം പ്രായമൊന്നും ചെല്ലാതെ. അപ്പൊ എനിക്കൊരു ഭയം തട്ടി, ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന്. അങ്ങനെ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുന്ന സമയത്താണ് ഞാനെല്ലാം ഓക്കെ, എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ എല്ലാം ഓക്കെ എന്ന് കേട്ടപ്പോ എനിക്ക് ഇവിടെ ഒരു ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു തടിപ്പ് പോലെ ഉണ്ട് ഡോക്ടർ, അതെന്താണെന്ന് നോക്കിയാൽ. അപ്പൊ പറഞ്ഞു, അതൊന്നും പ്രശ്നമൊന്നുമില്ല, വേദന ഒന്നുമില്ല, ഗ്രോത്ത് ഒന്നുമില്ല, ഓക്കെ. അപ്പൊ ഞാൻ പറയുന്ന പിന്നെ അത് റിമൂവ് ചെയ്യാൻ കുറെ നാളായിട്ടിരിക്കുന്നു, ഒന്ന് റിമൂവ് ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഡോക്ടറിനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ട് ചോദിക്കുക, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചുമ്മാ ഒന്ന് ബയോപ്സി ഒന്ന് ചെയ്തേക്കാം, അതുകൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്. ഞാൻ പറയുന്നത് ഓക്കെ ചെയ്തേക്കാം. പക്ഷെ റിസൾട്ട് വാങ്ങിക്കാനൊന്നും ഞാൻ പോയില്ല, കാരണം എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ക്യാൻസർ ഒന്നും വരത്തില്ല. നമ്മളിവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ ചിന്തിക്കുന്നത് ഇതൊന്നും നമുക്ക് വരാത്ത അസുഖങ്ങളാണെന്നാണ്. വെറുതെയാണ്. ഈ വർഷങ്ങൾ, ഞാൻ 4th സ്റ്റേജിലാണ് ഞാൻ അറിയുന്നത് ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണെന്നുള്ള കാര്യം. അന്നേരം മനസ്സിലാക്കണം, എനിക്ക് ഈ അസുഖം വന്നിട്ട് ഒരു 6 വർഷമെങ്കിലും ആയിട്ടുണ്ട്. 6 വർഷമായിട്ട് ഞാൻ അഹങ്കരിച്ച് ജീവിക്കുമ്പോഴും ഞാൻ നോർമൽ ആണെന്നുള്ളൊരു ചിന്താധാരണയിലാണ്. ഓക്കെ, അതറിഞ്ഞ് പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെ വിളിച്ചു, നിങ്ങളുടെ റിസൾട്ട് റെഡിയാണ്, വന്ന് കളക്ട് ചെയ്യാനായിട്ട്. അത് പോയി ഞാൻ വാങ്ങുന്ന സമയത്ത് മൊത്തത്തിൽ തകർന്നു പോയി. നമ്മൾ സൂയിസൈഡ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹിച്ചു. അതിന് രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഇൻഡസ് വിവയുടെ ബിസിനസിന് വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പലരും എന്നെ സമീപിച്ചിരുന്നു. അന്ന് ഞാൻ ചെവിക്കൊണ്ടില്ല, ഞാനത് തള്ളിക്കളഞ്ഞു. അന്ന് എനിക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അതിനുശേഷം, ഇത് അറിഞ്ഞതിന് ശേഷം ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആണ്. പിന്നെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ പെറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്താണ് അറിയുന്നത് എനിക്ക് 7 ഇടത്ത് അത് സ്പ്രെഡ് ആയിട്ടുണ്ട്, 4th സ്റ്റേജ് ആണെന്ന് മനസ്സിലാകുന്നത്. പോളിക്കുലർ ലിംഫോമ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ക്യാൻസർ ആയിരുന്നു. അതിനുശേഷം ലെസ്ലി ത്രൂ ആണ്. പിന്നെ ഞാൻ അമേരിക്കയിലുള്ള എന്റെ അളിയനോട് സംസാരിച്ച സമയത്ത് അവരെന്നോട് പറഞ്ഞു, ഡോക്ടർ ഒക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു, ഇത് പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇത് ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ്റ്റപ്പ് ചെയ്താൽ പറ്റും, അല്ലാതെ ഇമ്മ്യൂണിറ്റിയുടെ പ്രോബ്ലം കൊണ്ടാണ്, ബെറീസ് കഴിച്ചാൽ നല്ലതാണ് എന്നൊക്കെ അറിയുന്ന സമയത്താണ് ലെസ്ലി ത്രൂ ഞാൻ ഇൻഡസ് വിവയുടെ ഐപൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് കഴിക്കാനായിട്ടും ഉപയോഗിക്കാനായിട്ടും ഇടയാവുന്നത്. പക്ഷെ എനിക്ക് 12 കീമോയും 24 റേഡിയേഷനും വേണമെന്നാണ് ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എന്നോട് ഡോക്ടർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാൻ തിരുവനന്തപുരം RCCയിലാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ ഫുഡ് എല്ലാം ചേഞ്ച് ചെയ്തു, ഐപൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി. 3 പ്രാവശ്യം കീമോ ചെയ്ത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നോർമലാണ്. പിന്നെ ആ സർക്കിൾ പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് മാത്രം 6 കീമോ ചെയ്ത് ഞാൻ നിർത്തി. അതിനുശേഷം കീമോ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ഈ നമ്മുടെ ഫുഡ് കൺട്രോളും ഈ പറയുന്ന പോലെ ഐപൾസിന്റെ യൂസേജ് ആണ് എനിക്കൊരു ലൈഫ് തിരിച്ചു തന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു, ഇൻഡസ് വിവയ്ക്ക് നന്ദി പറയുന്നു, ലെസ്ലിയോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. അത് മാത്രമല്ല, ഇന്നിപ്പം ഏറ്റവും കൂടുതൽ ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഐപൾസ് തന്നെയാണ്. അത് ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കുന്നത് ക്യാൻസർ പേഷ്യൻസിനാണ്. ഇതോടൊപ്പം തന്നെ എനിക്ക് നിരവധി എക്സ്പീരിയൻസ് പറയാനുണ്ട്. രാമമൂർത്തി നഗർ താമസിക്കുന്ന ജെസ്സി എന്ന് പറയുന്ന ഒരു ആന്റി ബ്രസ്റ്റ് ക്യാൻസർ വന്നതാണ്. പുള്ളിക്കാരത്തെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു 3 മാസം കൂടെ ജീവിക്കത്തുള്ളൂ. ഡോക്ടർക്ക് അറിയാം ഇനി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒന്നും സാധിക്കാനില്ല, ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ആ ഡോക്ടർ ആന്റിയോട് മാത്രം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞില്ല, 3 മാസമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞില്ല. പക്ഷെ കൂടുതൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ റിലേറ്റീവിനോട് പറഞ്ഞു ഇന്ന പോലെയാണ് സംഗതി എന്ന്. അവർ എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇനി ചെയ്യാനില്ലല്ലോ ഡോക്ടർക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അതിനുശേഷം കുറച്ച് ഡയറ്റും പറഞ്ഞു കൊടുത്തു. പുള്ളിക്കാരത്തി ഇന്ന് 3 വർഷമായിട്ട് ജീവിച്ചിരിക്കുക. രസം എന്നറിയാവോ, കഴിഞ്ഞ ദിവസം പോയി പെറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരത്തിയുടെ ശരീരത്ത് ക്യാൻസർ ഇല്ല. പുള്ളിക്കാരത്തി ടോട്ടലി ക്ലിയർ. സത്യമായ കാര്യമാണ്. ഇന്നിപ്പം ഈ അതിനുശേഷം കോഴിക്കോട്, ഇപ്പം ഈ മേഡം പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുവാണ്, കോഴിക്കോടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു ആർക്കിടെക്ട് ആണ്. പുള്ളിക്കാരന്റെ അമ്മയുടെ വയറ്റില് ഗ്യാസ് നിറഞ്ഞു. ഗ്യാസിന്റെ പ്രോബ്ലമാണ്. കുറേ വർഷങ്ങളായിട്ട് അവർ ഗ്യാസിന് മരുന്ന് കഴിക്കുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ഗ്യാസിന് യാതൊരു മാറ്റവും ഇല്ല. വയറ് വീർത്ത് തന്നെ ഇരിക്കും. അവസാനം ഭക്ഷണം കഴിക്കാൻ വയ്യ, വോമിറ്റ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടാവുക,
അങ്ങനെ ഭയങ്കര പ്രശ്നം വന്നപ്പോൾ അവര് മലബാർ ക്യാൻസർ സെന്ററിൽ കൊണ്ടുപോയി കാണിച്ച സമയത്ത് പറഞ്ഞു ഇത് ക്യാൻസർ ആണ്, കീമോ ചെയ്യണം, എത്രയും വേഗം അഡ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്റെ സിറ്റുവേഷൻ അറിയാവുന്നതുകൊണ്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും കീമോ ചെയ്യരുത്. ഞാൻ പറഞ്ഞു ഒരു മാസം എനിക്ക് സമയം തരാൻ പറഞ്ഞു. ഒരു മാസം, നിന്റെ അമ്മ ഒരു മാസത്തേക്ക് എന്നെ വിശ്വസിച്ചിട്ടാ ഞാൻ തരുന്ന ഈ പ്രോഡക്റ്റ് കഴിക്കാൻ പറഞ്ഞു. ഒറ്റ ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അവരുടെ വയറ് റെഡ്യൂസ് ആയി, ഗ്യാസ് എല്ലാം പോയി, ഭക്ഷണം കഴിക്കാൻ പറ്റി, മോഷനെല്ലാം ക്ലിയർ ആയി. ഇന്ന് വരെ കീമോ ചെയ്തിട്ടില്ല, ഇന്ന് ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ ചോദിച്ചു നിങ്ങൾ എന്ത് മെഡിസിനാ കൊടുത്തേ, ഒത്തിരി വ്യത്യാസമുണ്ടെന്ന്. പുള്ളി പറഞ്ഞു ഇപ്പൊ കൊടുക്കുന്നത് തന്നെ. അപ്പാവൻ പറഞ്ഞു ഇതൊന്നും പറഞ്ഞില്ല, ഒരു ജ്യൂസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ആ ജ്യൂസ് തന്നെ കണ്ടിന്യൂ ചെയ്തോ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. സോ ഐപൾസ് ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നത് ഐപൾസിനും ഇൻഡസ്ട്രിക്കും ലെസ്ലിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനൊരു മാർഗം കാണിച്ചെന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്